ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കിഡ്സിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി 2 സാൻഡ്വിച്ചുകളാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ സാൻഡ്വിച്ചുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലുള്ള ഒരു റൗണ്ട് പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് ചെയ്തെടുക്കാം. ആ പാത്രം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പോർഷൻ കട്ട് ചെയ്ത് കിട്ടും. ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും ബ്രെഡിൻ്റെ സ്ലൈസസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം ന്യൂട്ടെല്ല തേച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മാഷ്മെല്ലോയാണ് വെച്ച് കൊടുക്കുന്നത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് മാഷ്മെല്ലോ. ചോക്ലേറ്റും മാഷ്മെല്ലോയും കൂടെ കൂടുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും. ഞാനിവിടെ 3 മാഷ്മെല്ലോയാണ് മുകളിലായിട്ട് വെച്ചത്. അതിന് മുകളിലായിട്ട് മറ്റൊരു സ്ലൈസ് കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചൂടാവുമ്പോൾ മാഷ്മെല്ലോ പൊട്ടി പുറത്തേക്ക് പോകാനും അല്ലെങ്കിൽ ബ്രെഡ് തെന്നിപ്പോവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിപ്സ് കൊണ്ടുള്ള സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ സൈഡും നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു സ്ലൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് മയണൈസ് തേച്ച് കൊടുക്കാം. ഞാനിവിടെ ചില്ലി മയണൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മയണൈസ് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസിൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കാം. ചീസും ചിപ്സും എല്ലാം കൂടെ കൂടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇനി ചിപ്സ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചിപ്സ് ഏതാണോ അത് നമുക്ക് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ചെദാർ ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റുള്ളൊരു സ്ലൈസ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതും ഇനിയും ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിൽ അല്പം ബട്ടർ ഇട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഞാൻ ആദ്യം ചെയ്യുന്നത് മാഷ്മെല്ലോ വെച്ച് ഉണ്ടാക്കിയ സാൻഡ്വിച്ചാണ്. അതൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിന് മുകളിലേക്ക് അല്പം ബട്ടർ തേച്ച് കൊടുക്കാം. ഞാൻ ബട്ടർ എല്ലാ ഭാഗത്തേക്കും നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. സാൻഡ്വിച്ച് നന്നായി ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു വശം ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം. മറ്റേ വശം കൂടി ഒന്ന് നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വശവും ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ചിപ്സ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്യാനായിട്ട് അല്പം ബട്ടർ പാനിലിട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. അതും ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലും അല്പം ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ ഞാൻ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വശം ടോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു വശം ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിൽ ചീസെല്ലാം മെൽറ്റായി കഴിയുമ്പോൾ സാൻഡ്വിച്ച് പിന്നെ വിട്ടുപോരില്ല. നന്നായി അതുമായിട്ട് യോജിച്ചിരുന്നോളൂ. അതിനായിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുക്കുക. ഇപ്പോൾ ചീസെല്ലാം മെൽറ്റായി 2 വശവും ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ചിപ്സ് കൊണ്ടുണ്ടാക്കിയ സാൻഡ്വിച്ചാണ്. നിങ്ങൾക്കിതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ മനസ്സിലാവും. വളരെ ചീസിയും എന്നാൽ ടേസ്റ്റിയുമാണ്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും.
ആ ചിപ്സിൻ്റെ ക്രിസ്പിനെസ് ഒന്നും പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചീസ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഇനി ഞാൻ മാഷ്മെല്ലോ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് മാഷ്മെല്ലോ വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഇത് ഒന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ അകത്തെല്ലാം മാഷ്മെല്ലോ മെൽറ്റായി, ചോക്ലേറ്റും കൂടെ കൂടി മെൽറ്റായി. വളരെ ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും. വളരെ ടേസ്റ്റിയായ ഈ സാൻഡ്വിച്ച് തീർച്ചയായും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം എന്നോട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയുകയും വേണം. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.